ദർശനം കഴിഞ്ഞാൽ ഷോപ്പിംഗ്, അതല്ലേ നമ്മുടെയൊക്കെ ഇഷ്ടം. ഇനി പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഗുരുവായൂർ നടയിൽ ഒരു പുസ്തകോത്സവം കൂടി നടക്കുന്നുണ്ട്. വൈജയന്തി കോംപ്ലക്സിൽ, അതായത് കിഴക്കേ നടപ്പന്തലിൻ്റെ വലതുവശത്തായിട്ടുള്ള കോംപ്ലക്സ് ആണ് വൈജയന്തി കോംപ്ലക്സ്. അതിൻ്റെ 1ാം നിലയിലെ ഹാളിലാണ് ഈ ബുക്ക് ഫെസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ബുക്സ് ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഒരു ഹാള് നിറച്ച് പുസ്തകങ്ങൾ. ഏപ്രിൽ 7 മുതൽ മെയ് 7 വരെ ആയിരുന്നു ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇന്ന് പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 2 ബുക്കും വാങ്ങി കുറേ വീഡിയോസും ഫോട്ടോസും എടുത്തു. അപ്പം ഞാൻ കരുതി ഇതൊന്നും നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാമെന്ന്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കളക്ഷൻ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികൾ വായിച്ച് വളരട്ടെ എന്ന ലക്ഷ്യത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും ഒത്തിരി കളക്ഷൻസുകൾ കണ്ടു. ഇതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ബുക്ക് ഇതാണ്. ആമി മുയലിൻ്റെ ബൈൻഡഡ് ആയിട്ടുള്ള വേർഷൻ. ആമി മുയലിൻ്റെ മാത്രമല്ല, കുറേ ബുക്കുകളുണ്ടായിരുന്നു. അതിൻ്റെ മലയാളവും ഉണ്ടായിരുന്നു, ഇംഗ്ലീഷും ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെയുള്ള ആക്ടിവിറ്റി ബുക്കുകളും ഒരുപാട് ഉണ്ടായിരുന്നു. ചെറുകഥകളുടെ ബുക്കുകളായിക്കോട്ടെ, എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ബുക്കുകൾ ഒന്നിച്ച്, കുട്ടികളുടെ ബുക്കുകൾ ഒന്നിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബുക്ക് ഫെസ്റ്റിവലിന് കാണുന്നത്. ഇത് ഇംഗ്ലീഷ് ബുക്കുകളുടെ സെക്ഷനായിരുന്നു. ഇതിലും കുട്ടികൾക്ക് വേണ്ടുന്ന സെക്ഷൻസ് ഉണ്ട്. മുതിർന്നവർക്കും പറ്റുന്ന രീതിയിലുള്ള ബുക്കുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഹെയർ ആൻഡ് ദ ടോർട്ടോയ്സ് നമ്മുടെ ആമി മുയലിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയതേ ഉള്ളൂ. ഞാനതൊന്നും വായിക്കാൻ നിന്നിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ 1-2 ബുക്കുകൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കിഷ്ടപ്പെട്ട ബാലിദ്വീപാണ്. എസ് കെ പൊറ്റക്കാട് സാറിൻ്റെ യാത്രാവിവരണമായ ബാലിദ്വീപാണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ അവിടെ പരിചയപ്പെട്ട ഒരു സാറ് എനിക്ക് ഒരു ബുക്കും കൂടി സജസ്റ്റ് ചെയ്തു. അങ്ങനെ 2 ബുക്കാണ് ഞാൻ വാങ്ങിയത്. ഇതിവിടുത്തെ ആർട്ട് ഗാലറിയും കൂടിയാണ്. അതായത് ഇവിടെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ അവർ വരച്ച കുറേ പെയിൻറ്റിങ്സും ഇവിടെ ചുവരുകളിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് വീഡിയോ എടുക്കാതിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. ഇങ്ങനെയുള്ള കുറേ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, അതുകൂടാതെ പുരാണങ്ങളായിട്ടുള്ള പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ നാമപുസ്തകങ്ങളായിക്കോട്ടെ എന്ന് വേണ്ട എല്ലാ തരം കാറ്റഗറിയിലുള്ള പുസ്തകങ്ങളും നിങ്ങൾക്കിവിടെ കിട്ടും. 10% ഇപ്പോൾ അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. എന്തായാലും ഒരു തവണ നിങ്ങൾക്ക് പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് വന്ന് നോക്കുക കേട്ടോ. അമ്പലനടയിലുള്ള പുസ്തകമേള എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് പുരാണവുമായി ബന്ധപ്പെട്ടതോ ആത്മീയതയൊക്കെ നിറഞ്ഞതോ ആണ്. അങ്ങനെയല്ല, എല്ലാ ടൈപ്പ് പുസ്തകങ്ങളും നിങ്ങൾക്കിവിടെ കിട്ടും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പുസ്തകം ഉറപ്പായിട്ടും ഇവിടുന്ന് കിട്ടുമെന്ന് തന്നെ ഞാൻ പറയാം. കാരണം എനിക്ക് ഈ ബുക്ക് സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ സാറ് പറഞ്ഞത് കുറച്ച് റെയർ ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ കണ്ടു എന്നാണ്. അങ്ങനെ ഇത്രയും ബുക്കുകളുടെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്